നമ്മുടെ ബൈബിൾ ക്വിസ് അമേരിക്കയിൽ നടക്കുന്നതിനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് സെനി ആവശ്യപ്പെട്ടതിന് എനിക്ക് സന്തോഷമുണ്ട്. കാര്യം ഒന്ന് രണ്ട് അമേരിക്കയിൽ വന്നതിന് ശേഷം രണ്ട് മൂന്നല്ല അതിൽ കൂടുതൽ ക്വിസുകൾക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനായിട്ട് സന്തോഷമുണ്ട്. നമ്മുടെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം അതിൽ പങ്കെടുക്കുന്നവർ വളരെ ആത്മാർത്ഥമായിട്ട് അത് പഠിക്കുകയും മാസങ്ങളെടുത്ത് അത് നല്ലതായിട്ട് പഠിക്കുകയും ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് പഠിക്കുകയും അങ്ങനെ ആ പഠിച്ച് നമ്മൾ അവതരിപ്പിക്കുകയുമാണ് നമ്മൾ ഈ കോമ്പറ്റീഷന് ചെല്ലുമ്പോൾ ചെയ്യുന്നത്. ഇപ്പം ആ കോമ്പറ്റീഷന് നല്ല മത്സരമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ചർച്ചകൾ വളരെ ഭംഗിയായിട്ടും ആത്മാർത്ഥമായിട്ടും പഠിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ അതിനകത്ത് ചില സംഗതികൾ ഞാൻ നോട്ട് ചെയ്തത്, മിക്കവാറും ഇതിനകത്ത് പങ്കെടുക്കുന്നവരെല്ലാവരും പ്രായമുള്ളവരാണെന്നുള്ളതാണ്. ആ പ്രായമുള്ളവരെല്ലാം മലയാളത്തിലുള്ള വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ നിൽക്കുന്നതും. ഇവിടെ വെച്ചത് NIV നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് പഠിക്കും. അപ്പോൾ NIV വേർഷനും ഇതിനോടൊപ്പം NIV വേർഷനും മലയാളം വേർഷനും തമ്മിൽ സ്വല്പം വ്യത്യാസമുണ്ട്. ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് വ്യത്യാസമുണ്ട്. വാക്കുകളൊക്കെ പറയുന്നതിനകത്ത് ഇപ്പോൾ ഈശാൻ മൂലൻ എന്ന് കൊടുങ്കാറ്റെന്ന് പറയുമ്പം അതിനകത്ത് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ എന്നാണ് പറയുന്നത്. NIV പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ എന്നാണ് പറയുന്നത്. അതേസമയത്ത് നമ്മുടെ മലയാളം വേദപുസ്തകത്തിൽ ഈശാൻ മൂലൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ ഓർക്കുന്നു, ഈ പ്രിപ്പറേഷന് പ്രത്യേകിച്ച് ഞങ്ങൾ സെൻറ് തോമസ് CSI ചർച്ച് ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റണിൻ്റെ പേരിലൊരു ക്വിസ് കോമ്പറ്റീഷൻ ഇവിടെ അറ്റ്ലാന്റയിൽ നടന്ന ഫാമിലി കോൺഫറൻസിലുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ 7 പേര് വളരെ ആത്മാർത്ഥതയോടുകൂടും എന്തൊരു അസോസിയേഷൻ ആയിരുന്നു അറിയാം. അത് എല്ലാവരും നമ്മളത് പഠിച്ചു തുടങ്ങിയത് സൂമിലാണ്. അത് പഠിച്ചു തുടങ്ങി എല്ലാവരും കൃത്യസമയത്ത് തന്നെ എല്ലാ ദിവസവും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ 8 മണിക്ക് അത് തുടങ്ങിയാൽ 8 മണിക്ക് തുടങ്ങിയ രാത്രി 9:30-10 മണിയായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാനൊരു സിസി ആ സമയത്ത് നാട്ടിൽ പോയിട്ട് ഞങ്ങൾ അത് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് എല്ലാവരും കൂടി ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ആ കൃത്യം 8 മണി, ഇവിടുത്തെ 8 മണി എന്ന് പറയുമ്പോൾ അവിടുത്തെ രാവിലെ 6:30. ഞങ്ങൾ അതിന് ഒരു ദിവസം പോലും മുടക്കാതെ കഴിഞ്ഞ് 2-2.5 മാസമായിട്ട് ഞങ്ങൾ കൃത്യമായിട്ടത് പഠിച്ചിട്ടാണ് ഞങ്ങൾ ആ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റിയത്. ആകെ 28 ചാപ്റ്റർ ഉണ്ടായിരുന്നു അപ്പോസ്തല പ്രവൃത്തികളിൽ. ആ 28 ചാപ്റ്റർ ഞങ്ങൾ ഒരു മാസം കൊണ്ട് തീർക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അത് ഡിവൈഡ് ചെയ്തു. 6 ചാപ്റ്റർ വീതം വെച്ച് 4 ആഴ്ചകളിലായിട്ട് 7 ചാപ്റ്ററുകൾ വെച്ച് 4 ആഴ്ചകളിൽ പഠിച്ചു തീർക്കാനുള്ള ശ്രമം നടത്തി. ഓരോ ആഴ്ചയിലും കൃത്യമായിട്ടത് വായിക്കുകയും അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കുകയും ചെയ്തു. എല്ലാവരും തന്നെ നോട്ട്സ് ഉണ്ടാക്കിയതിന് ശേഷമാണ് വരുന്നത്. എന്നതിന് ശേഷം നമ്മൾ വീണ്ടും അതിനെക്കുറിച്ചൊരു ഡിസ്കഷനാണ്. ക്വസ്റ്റ്യനുകളും അതുപോലെ പ്രിപ്പയർ ചെയ്യുക. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുക, എല്ലാവരും കൂടി ആൻസർ ചെയ്യുക. അങ്ങനെ ഒരു ഡിസ്കഷനിലൂടെയാണ് പോയത്. തന്നെയല്ല, ഓരോരുത്തരും ശ്രദ്ധയോടെ വായിക്കുകയും നോട്ട്സ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വളരെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഞങ്ങൾ ആ 2-3 മാസത്തോളം അത് പഠിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അതിനകത്തുള്ള പേര് പ്രത്യേകം പറയുന്ന, ഞാൻ സക്രിയാവുമൻ ഉണ്ടായിരുന്നു, സിസി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അച്ഛൻ്റെ കൊച്ചമ്മ അനി ബെന്നി ഉണ്ടായിരുന്നു, ഡോക്ടർ ബീന മാത്യു ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഷൈനി സെനി ഉണ്ടായിരുന്നു, പിന്നെ സുജു എബ്രഹാം, പൊന്നച്ചൻ്റെ ഷിജു എബ്രഹാം, ഇവരെല്ലാം അതിനകത്തുണ്ടായിരുന്നു. എല്ലാവരും പങ്കെടുത്തു. അപ്പം ഞങ്ങൾ അതിൻ്റെ ആ ക്വസ്റ്റ്യൻ ഇപ്പോൾ ആദ്യത്തെ ഞങ്ങൾ 2-2.5-3 മാസം മുമ്പ് തുടങ്ങിയാൽ തന്നെ ആദ്യത്തെ ഒരു മാസം ഞങ്ങളത് 7 ചാപ്റ്റർ ഒരാഴ്ച കൊണ്ട് തീർത്തിട്ട് വീണ്ടും സെക്കൻഡ് മന്ത് വന്നപ്പോഴത്തേക്ക് വീണ്ടും റെപ്പറ്റീഷനായി തുടങ്ങി. ആ റെപ്പറ്റീഷൻ വീണ്ടും 3-ാമത്തെ മാസം 3rd ടൈമിൽ റെപ്പറ്റീഷൻ തുടങ്ങി. പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ഓരോരുത്തരും ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ഹൂ ഈസ് ഹൂ എന്ന് പറഞ്ഞ ഒരാൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അതുപോലെ തന്നെ വേറൊരാൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ഗ്യാപ്സ് വേറൊരാൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അങ്ങനെ ഓരോരുത്തരും ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അത് പ്രിപ്പയർ ചെയ്ത് അത് ഞങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വളരെ സിൻസിയറായിട്ട് പഠിച്ചിട്ടാണ് ആ കോമ്പറ്റീഷനോട് ഏൽപ്പിച്ച ജോലികൾ ഭംഗിയായിട്ട് അത് ഞങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഞങ്ങൾക്ക് അതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഇവിടെ മാത്രമല്ല അമേരിക്കയിൽ നടത്തുന്ന ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ ഞാനീ പറഞ്ഞ പോലെ NIV വേർഷൻ എന്ന് പറയുകയും മലയാളം കൂടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് വരുന്നത്. അപ്പം ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പം ക്വസ്റ്റ്യൻ ഇടുമ്പം ഒന്നിലത് NIV മാത്രം സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ മലയാളം വേർഷൻ നിൽക്കണം.
ഇതല്ലാത്ത ഒരു തോന്നല എനിക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പം ക്വിസ് നടത്തുന്നവരിൽ കാണുന്ന അല്ലാത്ത ഒരു തോന്നലാണ് അത് ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും ഈ എക്യൂമിനിക്കൽ കോമ്പറ്റീഷനൊക്കെ പോകുമ്പം അവർ പറയുന്നത് തന്നെ പല വേർഷൻസ് ഒരുമിച്ച് ചേർത്ത് ക്വിസ് നടത്തുന്നതായിട്ടാണ്. NIV മാത്രമല്ല, NIVയും KJVയും വേറെ വേർഷനും എല്ലാം കൂടി. അങ്ങനെ ഒരാൾക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേർഷൻ പറഞ്ഞാൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അവിടെ നിന്ന് തന്നെ ക്വിസ് നടത്തണം, എങ്കിലേ അത് ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലായിരിക്കുന്നത്. അതുപോലെ തന്നെ NIV ആണെങ്കിൽ ആൻസർ ഇംഗ്ലീഷിൽ തന്നെ എഴുതുകയും വേണം. മലയാളത്തിൽ എഴുതാൻ പറ്റത്തില്ല. മലയാളത്തിൽ എഴുതാൻ പറ്റുന്നതാണ് നമ്മൾ വേറെ വേർഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പം അത് ശരിക്കും ഇനിയും വേറെ ഒരു കാര്യം എനിക്ക് ഒരു ശ്രദ്ധയിൽപ്പെടുത്താനുള്ളതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇടുന്ന ക്വിസ് മാസ്റ്റർ ഈ ഞങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ അവരും പഠിക്കണം എന്നാണ്. ഞങ്ങൾ പഠിച്ചിട്ട് അവർ റീസെൻ്റ് ആയിട്ട് അവർ പഠിക്കണം. അതല്ല നേരത്തെ അവർ വരുന്ന ബിഷപ്പുമാരോ അച്ഛന്മാരോ അല്ലെങ്കിൽ അച്ഛൻ്റെ കൊച്ചമ്മമാരോ ഇവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇടാൻ വരുന്നത്. അവർക്കെല്ലാം ഇതിനെക്കുറിച്ച് നല്ല നോളജ് ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ പ്രത്യേക ചാപ്റ്ററിനെ കുറിച്ച് അവർ വീണ്ടും ഒന്നും കൂടെ പഠിച്ചിട്ട് പഠിക്കത്തുള്ളൂ. ഞങ്ങളൊക്കെ അധ്യാപകരാണ്, ഞങ്ങൾ എല്ലാ ദിവസവും പഠിപ്പിക്കുന്നവരാണ് എന്നും പറഞ്ഞ് ഞങ്ങൾ രാവിലെ രാവിലെ വരെ തലേ ദിവസവും നോക്കാതെ ഞങ്ങൾ പഠിപ്പിക്കാൻ ചെന്നാൽ നമുക്കറിയാം അതിനകത്ത് ഫ്ലോപ്പ് എന്തെന്ന്. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ക്വിസിൻ്റെ കാര്യം പറയാം. ക്വിസ് മാസ്റ്റർ ഒരു ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ആ ക്വസ്റ്റിനെ കുറിച്ച് തറവായിട്ടുള്ള ഒരു നോളജല്ല അവർ തന്നെ മനസ്സിൽ അതൊന്ന് റീകളക്ട് ചെയ്യണം. അവർ പണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ റീസെൻ്റായിട്ട് റീകളക്ട് ചെയ്തിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ഇടുന്നതിനെ കുറിച്ച് വരാനും. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും നല്ലൊരു പിന്നെ ഇതിനകത്ത് ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇത് തുടങ്ങി പ്രാർത്ഥനയോടുകൂടി തുടങ്ങുകയും പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കുകയും 6-7 പേര് തമ്മിൽ നല്ലൊരു അസോസിയേഷനായിരുന്നു. അതിന് കൂടുതലായിട്ടുണ്ട് നമുക്ക് തോന്നാൻ പറ്റുന്ന ഒരു കാര്യം. ഒരു അസോസിയേഷൻ്റെ ഉണ്ടായിരുന്നു, അസോസിയേഷനാണ്, ഒരു ആത്മീയതയും ഒരു അസോസിയേഷനും അവിടെ അതിനകത്തുണ്ടായിരുന്നു. അത് പഠിച്ചപ്പോഴും അതുപോലെ തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് പലരും എന്നോട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പം പറഞ്ഞത് ഞങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു. കാര്യം സ്വന്തം ഒരു ആവശ്യം പോലെ അവരവരുടെ ആവശ്യം പോലെ സ്വയം വീട്ടിൽ ഇരുന്ന് ആ വേദപുസ്തകം വായിക്കുകയാണ്. മറ്റേ നമ്മൾ വേദപുസ്തകം വായിക്കാൻ പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ വേറെ കൂട്ടായ്മ യോഗത്തിലോ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തൊന്ന് ഓടിച്ച് പെട്ടെന്ന് നമ്മളോട് വായിക്കാൻ പറഞ്ഞാൽ നമ്മളങ്ങ് ഓടിച്ച് വായിക്കും, നമ്മൾ മനസ്സിരുത്തി ഒന്നുമല്ല വായിക്കും. അതേസമയം ഇതല്ല, ഇത് നമ്മുടെ ആവശ്യമാണ്. ഇതിനകത്ത് നിന്ന് ആ ക്വസ്റ്റ്യൻ വരും, ഈ ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് അത് ശരിക്കും പഠിക്കാനും മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഓർമ്മയിൽ നിർത്താനും ഉള്ള ശ്രമത്തിലാണ്. അതുപോലെ തന്നെ പുസ്തക പ്രവൃത്തികൾ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിലും എന്താണ് പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ചാപ്റ്റർ വൈസ് ഇന്ന ചാപ്റ്ററിൽ എന്ത് പറയുന്നു എന്നുള്ളത് ശ്രദ്ധയോടെ പഠിക്കാനും ഓർമ്മയിൽ വെക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. പൊതുവായ കാര്യങ്ങൾ മാത്രമല്ല, ഇങ്ങനെ കൃത്യമായിട്ട് പഠിക്കുവാനായിട്ട് ശ്രമിച്ചു. അത് ഏറെക്കുറെ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഇത്രയും പ്രായമായിട്ട് ഇത്രയും വർഷമായെന്ന് പറഞ്ഞാലും ശരിക്കും കഴിഞ്ഞ ദിവസം അപ്പോസ്തല പ്രവൃത്തികൾ ശരിക്കും നമുക്കെല്ലാം മനസ്സിലായി. അതിനകത്ത് പത്രോസും യോഹന്നാനും എന്താണ് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് പൗലോസ് എന്താണ് ചെയ്തത്, അത് കഴിഞ്ഞ് പൗലോസിൻ്റെ റോമിലേക്കുള്ള യാത്ര, കാരാഗ്രഹം, പൗലോസിൻ്റെ വിസ്താരം, പൗലോസും അതുപോലെ അതിനകത്ത് വേറെ ചിലരൊക്കെ വന്നിട്ടുണ്ട്. ഫിലിപ്പ് വരുന്നുണ്ട്, അതുപോലെ സ്റ്റീഫൻ വരുന്നുണ്ട്. ഇവരുടെയൊക്കെ ദൗത്യങ്ങൾ എന്താണ്, ഇവരൊക്കെ ഓരോ സ്ഥലത്ത് ചെയ്തത് എന്താണ്, ഓരോ സ്ഥലത്തും എങ്ങനെയാണ് ചർച്ച് തുടങ്ങിയത്, ചർച്ച് തുടങ്ങുമ്പോൾ എത്ര പേരെയാണ് എടുത്തത്. 7 പേരെ എടുത്തതായിട്ടാണ് എല്ലായിടത്തും കാണുന്നത്. കാര്യം നല്ലൊരു നമ്പറാണ് 7 പേരെ എടുത്തു, 70 പേരെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് തുടങ്ങുന്നത്, പലയിടത്തും തുടങ്ങുന്നത്. അപ്പോൾ ആദ്യ നാളുകളിൽ അന്ന് അച്ഛന്മാരോ അല്ലെങ്കിൽ ബിഷപ്പുമാരോ അങ്ങനെയുള്ളവരാരും ഇല്ല ചർച്ച് തുടങ്ങി. എല്ലാവരും ലേമൻസ് ആണ് ചർച്ച തുടങ്ങി. ലേമൻസ്, ഓരോരുത്തരത്ത് കൂടിയിരിക്കുന്ന ജനങ്ങൾ, വിശ്വാസികൾ ഒന്നിച്ചു കൂടി അവരാണ് ഓരോ കാര്യങ്ങളും ഓരോ ചർച്ചും ഓരോരുത്തരത്ത് തുടങ്ങാനായിട്ടുള്ള. ഓഫ് കോഴ്സ് ദർ ഈസ് എ ലീഡർഷിപ്പ് ഫ്രം ദി പാർട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ലീഡർഷിപ്പ് ഉണ്ട്. ഹോളി സ്പിരിറ്റ് പറയുന്നതനുസരിച്ച് പലരും പല കാര്യങ്ങളും ചെയ്തതെങ്കിൽ തന്നെ ജനങ്ങൾ ഒന്നിച്ചു വന്ന് അവർ സംസാരിച്ചിട്ട് അവർ ആണ് സഭ പലയിടത്തും തുടങ്ങിയത്. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഒരു ചർച്ച് തുടങ്ങുന്നവർ കൂടുതൽ സ്ഥിരമായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ ആദ്യം പഠിക്കേണ്ടത്. എങ്ങനെയാണ് ചർച്ച് തുടങ്ങിയത്, എങ്ങനെയാണ് മൂപ്പന്മാരുണ്ടായത്, എൽഡേഴ്സ് എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് അച്ഛന്മാരുണ്ടായത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ജോലി ചെയ്താണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. വേറാരുടെയും പൈസ സ്വീകരിച്ചല്ല ചെയ്തത്.
നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ്, നമ്മുടെ പള്ളിയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ആരുടെയും പൈസ മേടിച്ചല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് നമ്മൾ തന്നെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രവർത്തിക്കാം. നമ്മൾ വേറെ ആർക്കും കൊടുക്കുകയും വേണ്ട, നമ്മുടെ പ്രവർത്തനം നമ്മൾ കൊടുത്താൽ മതി. അല്ല നമ്മൾ വേറെ ആരോടും സംഭാവന സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മൾ പല കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സഭ നടത്തുന്നതിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ക്വിസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രായം ഒരു പരാധീനത തന്നെയാണ് കേട്ടോ. ചെറുപ്പകാലത്ത് നമ്മൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം വായിച്ചാൽ മനസ്സിൽ നിൽക്കുമായിരുന്ന സംഗതികൾ ഇന്ന് 4 പ്രാവശ്യം വായിച്ച് റിപ്പീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ മനസ്സിൽ നിൽക്കുന്നുള്ളൂ. അത് ശരിക്കും മനസ്സിലാകുന്നുണ്ട് ഈ സമയങ്ങളിൽ ക്വിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ. എന്നിരുന്നാലും പലതവണ കൊണ്ടുള്ള പഠനത്തിൽ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ക്വസ്റ്റ്യൻസ് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ വരാവുന്നത്. അത് ഫോക്കസ് ചെയ്ത് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അവരെ അങ്ങ് അസൈൻ ചെയ്തു. അതിപ്പം മുമ്പ് സൂചിപ്പിച്ചായിരുന്നു, ഹൂ ടു ഹൂം, ആരാരോട് പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ അലൻ വരിയിൽ വലിയ പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് വേറൊരു സെറ്റ് ഓഫ് പീപ്പിൾ അത് കണ്ടുപിടിക്കുക. നമ്പേഴ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വേറൊരാൾ ഫോക്കസ് ചെയ്യുക. പേരുകളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വേറൊരാൾ ഫോക്കസ് ചെയ്യുക. ഇങ്ങനെ പലരും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആ രീതിയിലുള്ള ഒരു പഠന ചിന്തയായിരുന്നു ഞങ്ങൾ കൊണ്ടുപോയത്. എനിക്ക് തോന്നുന്നത് സ്നേഹ ചോദിച്ചാൽ അതല്ല, ക്വസ്റ്റിന് വേണ്ടി ക്വസ്റ്റ് മാസ്റ്റർ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണോ എന്നുള്ളത്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് അതിന് ഒരു ഡിസ്ട്രിബ്യൂഷൻ വേണം. കാര്യം കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ 28 ചാപ്റ്റർ അപ്പോസ്തല പ്രവൃത്തികളുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്ററിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. 1. 2, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണം. ഒന്ന് ഹൂ ഈസ് ഹൂ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്പേഴ്സ് പറയാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇയർ പറയാനുള്ള ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻസ് സ്ഥലം പറയാനുള്ള ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ഗ്യാപ്സ്, ആരാരോട് പറഞ്ഞു. ഇങ്ങനെയുള്ള ഓരോ കാറ്റഗറിയിലും കാറ്റഗറി തിരിച്ച് 5ഓ 6ഓ കാറ്റഗറി തിരിച്ച് 6 കാറ്റഗറിയിലും ഓരോ കാറ്റഗറിയിലും വരുന്ന ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വേണം. മുഴുവൻ ചാപ്റ്ററിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എല്ലാ ക്വസ്റ്റ്യൻസും ഇട്ട് വരാനായിട്ട്. അങ്ങനെ ഇടുമ്പോഴേ ഈ പഠിച്ചവർക്കൊരു നിരാശ ഉണ്ടാകാതിരിക്കത്തുള്ളൂ. കാരണം നല്ലതായിട്ട് പഠിക്കുന്നവരെല്ലാം അവസാനത്തെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ പഠിക്കും. അങ്ങനെ പഠിച്ചവരെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വേണം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വേണം. ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണം. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്തെങ്കിലേ നമുക്ക് അതിനെക്കുറിച്ച് നല്ലതായിട്ടൊരു കാര്യം ശരിക്കും പഠിച്ചവരെ അസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പഠിച്ചവർ ഇതിൽ നിരാശരാകുകയാണ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഡിസ്പ്യൂട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ എന്താ സാറ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെ അതിന് ഡിസ്പ്യൂട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ക്വിസ് മാസ്റ്റർ ഷുഡ് ബി എ തറവ് പേഴ്സൺ. നല്ലതായിട്ട് ക്വിസ് മാസ്റ്റർ അത് നല്ലതായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കണം. നല്ലതായിട്ട് അറിയാവുന്നവരാണെങ്കിൽ പുള്ളിയുടെ ആൻസർ നമ്മൾ ക്വിസിൽ പങ്കെടുക്കുന്നവർ സമ്മതിക്കണം. അവിടെ ഒരു ഡിസ്പ്യൂട്ട് കൊടുക്കാൻ പാടില്ല. കാരണം ദ ലാസ്റ്റ് വേർഡ് യു ഹാവ് ടു അക്സെപ്റ്റ് ദ വേർഡ് ഓഫ് ദി ക്വിസ് മാസ്റ്റർ. അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് നമ്മളിവിടെ ആർഗ്യുമെൻറ്റിന് പോകാൻ പാടില്ലെന്നുള്ളതാണ് കാര്യം. ഓൺ ദ ബേസിസ് ദാറ്റ് ദ ക്വിസ് മാസ്റ്റർ ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആഫ്റ്റർ എ തറവ് സ്റ്റഡി ആൻഡ് എ തറവ് ഈസ് എ മാസ്റ്റർ. His master is a master of the knowledge also. So he has a thorough knowledge. So his answer should be final. So there is no need for argument. ടീച്ചറിന്റെ അഭിപ്രായം എന്താ? ഓരോ ക്വസ്റ്റ്യന് ആൻസർ പലർക്കും ഡിഫറെന്റ് ആൻസേഴ്സ് വരുന്നു. അതിലേത് ആൻസറാണ് കറക്റ്റ് എന്ന് ക്വിസ് മാസ്റ്റർ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും? കൺവിൻസ് ചെയ്യാനായിട്ട് നമ്മുടെ ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ലെങ്കിലും നമുക്കതിനെ ഡിഫെൻഡ് ചെയ്യാം. ഒരു തെറ്റായിട്ടുള്ള ചില ആൻസറും ചില ക്വിസ് മാസ്റ്റർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതൊരു ആർഗ്യുമെൻറ്റിലേക്ക് പോകാതെ ഇരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെയും അഭിപ്രായം. പക്ഷെ ഡിഫെൻഡ് ചെയ്ത് പറയേണ്ടത് പറയണം. അതിനെല്ലാവർക്കും ഈക്വലായിട്ട് ഒരു മാർക്ക് കൊടുക്കുന്നതിനോട് താല്പര്യമുണ്ട് ടീച്ചർക്ക്? അതോ അത് ആ ക്വസ്റ്റ്യൻ വിഡ്രോ ചെയ്യണമെന്നാണ്? ഒന്നേ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈക്വൽ മാർക്ക് കൊടുക്കണം, അല്ലെ ക്യാൻസൽ ചെയ്യണം. അത് ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. കാര്യം പൗലോസിനെ യെരുശലേമിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിന് ശേഷം കൊണ്ടുപോയത് എങ്ങോട്ടാണെന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ റോമിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷേ വേദോസത്തിൽ പറഞ്ഞേക്കുന്നത് കപ്പലെ കയറ്റാൻ നേരത്ത് പറഞ്ഞേക്കുന്നത് ഇറ്റലിയിലേക്ക് പോകുന്ന കപ്പലിലേക്ക് കയറ്റെന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇറ്റലിയിൽ നിന്ന് എഴുതിയ ആൻസറാണോ റോമിൽ എഴുതിയ ആൻസറാണോ ശരി എന്നുള്ളത് ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കിയ ഒരു റോമെന്ന് എഴുതത്തുള്ളൂ. അപ്പം ചിലർ എഴുതി ഇറ്റലിയിൽ നിന്ന് എഴുതി. പക്ഷെ NIV-യിലും പറഞ്ഞേക്കുന്നത് ഇറ്റലിയിലേക്ക് പോയെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇറ്റലിക്കാണ് ആൻസർ. അപ്പോൾ ക്വിസ് മാസ്റ്റർ പറഞ്ഞു എങ്ങോട്ട് പോയി എന്നുള്ളത്, കപ്പൽ എങ്ങോട്ട് കയറുക എന്നുള്ള ഇറ്റലിയിൽ നിന്ന് വേദോസത്തിലുണ്ട്.
അപ്പോൾ അത് നമ്മൾ സമ്മതിച്ചേ പറ്റും. പക്ഷെ റൂമിലേക്കാണ് റൂമിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. നമ്മുടെ പള്ളികളിൽ നമ്മൾ ഇതുപോലെ ആദ്യപോലെ പെരുന്നാളും ലേറ്റിയുടെ ഫെലോഷിപ്പും എല്ലാ ഫംഗ്ഷൻസാണ്. പള്ളിയിൽ ഒരു ബൈബിൾ ക്വിസ് ഇയർലിയോ ഒരു 6 monthsലോ ഈ ആൾക്കാരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും കുറച്ചൊന്ന് ഇത് ചെയ്യാൻ വേണ്ടി നടത്തേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നു. ഷുവറായിട്ടും ബൈബിൾ ക്വിസ് നടത്തുന്നത് ഒരു കോമ്പറ്റീഷന് വേണ്ടി മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോമ്പറ്റീഷന് വേണ്ടി മാത്രമല്ല, ഒരു അസോസിയേഷൻ ഉണ്ട്, ജനങ്ങൾ തമ്മിൽ ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അത് നടത്തുമ്പോൾ അത് തമ്മിൽ മത്സരമുണ്ട്. ഒരു മത്സരമാണെന്ന് പറഞ്ഞാലും അവർ തമ്മിലൊരു അസോസിയേഷൻ, ആ മത്സരത്തിൽ കൂടെ ഒരു അസോസിയേഷൻ. പിന്നെ മോർ ഓവർ ദേ വിൽ സ്റ്റഡി ദ ബൈബിൾ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അവർ പഠിക്കും. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷൻ പങ്കെടുക്കുകയാണല്ലോ, അപ്പോൾ എനിക്ക് അതിനകത്ത് വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് സിൻസിയറായിട്ട് പങ്കെടുക്കുന്നവർക്ക് വേദപുസ്തകം പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി. അപ്പം ഒരു ക്വിസ് കോമ്പറ്റീഷൻ എല്ലാ ചർച്ചിലും എല്ലാ വർഷവും ഒരു എണ്ണമെങ്കിലും നടത്തുന്നില്ല. ഐദർ ഇൻ ദ യൂത്ത് ഫെലോഷിപ്പോ അല്ലെങ്കിൽ വിമൻസ് ഫെലോഷിപ്പോ ലേറ്റി ഫെലോഷിപ്പോ ആരെങ്കിലും ഒരാൾ നടത്തിയാൽ മതി. മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പക്ഷെ നമ്മുടെ പള്ളിയിൽ കഴിഞ്ഞ പ്രാവശ്യം വിമൻസ് ഫെലോഷിപ്പുകാർ ഒരെണ്ണം നടത്തി. പക്ഷെ നടത്തിയെങ്കിലും നേരത്തെ ഒന്നും പറയാതെ പെട്ടെന്ന് അവരങ്ങ് നടത്തുമായിരുന്നു. അതായത് അതുകൊണ്ട് പ്രിപ്പറേഷൻ ഒന്നും വലുതായിട്ട് വന്നില്ല. വാസ്തവത്തിൽ അതിന് സമയം കൊടുക്കണം. ദിസ് വാസ് ടു ബി അനൗൺസ്ഡ് ഇൻ ദ ചർച്ച്. ഗിവ് ആമ്പിൾ ടൈം. 2-3 മാസം കൊടുത്തിട്ട് അത് ശരിക്കും നടത്തുകയും വേണം. അങ്ങനെയൊക്കെ നടത്തുന്നതാണെങ്കിൽ അതിനൊരു രസമുണ്ട്. അതിനകത്തൊരു ക്വിസ് മാസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ സെറ്റ് ആണ് എന്ന് പറയുന്നതിലല്ല അഭിമാനം. വളരെ തറവായിട്ട് തന്നെ അവർ പ്രിപ്പയർ ചെയ്യണം. ആ പെട്ടെന്നൊന്ന് ചെയ്യുന്നത് അതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. പ്രിപ്പയർ ചെയ്തവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടില്ല. നമുക്ക് യങ്സ്റ്റേഴ്സിനെ എങ്ങനെ ഇതിലോട്ട് കുറച്ചുകൂടെ മെമ്പർഷിപ്പ് ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന പാർട്ടിസിപ്പേഷന് വേണ്ടി? എനിക്ക് ആ യങ്സ്റ്റേഴ്സിന്റെ കാര്യം പറയാനുള്ളത്, യങ്സ്റ്റേഴ്സിനെ ഈ വലിയവരുടെ കൂട്ടത്തിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മുടെ ചർച്ച് ഇപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ഒരു ആരാധനയോ അല്ലെങ്കിൽ നമ്മുടെ ആരാധനയോ കൊടുത്തില്ല. ഒന്നിച്ച് നമ്മളുമായിട്ട് എല്ലാവരുമായിട്ട് ഒന്നിച്ച് തന്നെ പോകണം. ഇപ്പം ഞാൻ പറഞ്ഞു ക്വിസിന് എടുക്കുന്നുണ്ട്. ഇപ്പോൾ 5-7 പേര് ക്വിസിന് ഉണ്ടെങ്കിൽ ഒരു 3 പേരെങ്കിലും യങ്സ്റ്റേഴ്സിൽ നിന്ന് എടുക്കണം. സൺഡേ സ്കൂൾ സ്റ്റുഡൻസോ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള സൺഡേ സ്കൂളിൽ വരാത്ത യങ് അഡൽട്ട്സ് ഉണ്ടല്ലോ. യങ് അഡൽട്ട്സ് ആയാലും കുഴപ്പമില്ല. യങ് അഡൽട്ട്സ് ആയാലും സൺഡേ സ്കൂൾ പിള്ളേരാകുമ്പോൾ അവർക്ക് അത്രയും കുറച്ചങ്ങ് മൈനറായി പോകും. പക്ഷേ വലിയൊരു ക്വിസിനൊക്കെ പങ്കെടുക്കാൻ പോകുന്ന ഉടനെ തിരിച്ചുകൂടെ അപ്പോൾ അതിനാണ് യങ് അഡൽട്ട്സ് ആകാം. അല്ലെങ്കിൽ 18, 19, 20 വയസ്സുള്ളവരാണ്. അവരെ കൂടെ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അവർ കൊണ്ടുവരുന്നതുകൊണ്ട് മറ്റൊരു ഉദ്ദേശമുണ്ട്. ഈ പ്രായമുള്ളവരും ചെറുപ്പക്കാരും തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ അങ്ങ് ഇല്ലാതാകും. ആ സെപ്പറേഷൻ ഇല്ലാതാകും. അത് വലിയൊരു പ്രശ്നം. ഇവിടെ ആ ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുക. കാര്യം അവർക്ക് പ്രത്യേക ഒരു ആരാധന, അവർ യൂത്തുകാർ മാത്രം പ്രത്യേക ഒരു ഇതാണ്. ഇത് ഒന്നിച്ച് യൂത്തും വിമൻസ് ഫെലോഷിപ്പും ലേറ്റും എല്ലാം കൂടെ വരുന്ന പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അല്ല എല്ലായിടത്തും ലേറ്റ്. നമ്മൾ ഇവിടെ സെന്റ് തോമസിൽ തന്നെയല്ല ഇത് ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരുടെ ഒരു ഗ്രൂപ്പ് 60 കഴിഞ്ഞവരുടെ ഒരു സംഘടനയായിട്ട് മാറി ലേറ്റ്. അതുപോലെ തന്നെ യൂത്ത് ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരുടെ മാത്രമായി മാറി. വിമൻസ് ഫെലോഷിപ്പിന്റെ മാത്രം അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അന്നേരം നമ്മൾ യൂത്തിനെ കൂടി ഇൻവോൾവ് ചെയ്യണം. യൂത്തിനെ കൂടി ഇൻവോൾവ് ചെയ്ത് അവർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാകണം നിങ്ങൾ ഡിഫറൻ്റ് അല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ അമേരിക്കയെ സംബന്ധിച്ച് പ്രത്യേകം ഭാഷയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ പിള്ളേർ ഭാഷയുടെ പ്രശ്നം. പക്ഷെ ആ ഭാഷയുടെ ഡിഫറൻസ് ഇല്ലാത്ത ഒരു രീതിയിൽ നമ്മുടെ ഭാഷ നമ്മുടെ ആക്സെന്റ് അവർക്ക് മനസ്സിലാകാനും അവരുടെ ആക്സെന്റ് നമുക്ക് മനസ്സിലാകാനും ഏതായാലും നമ്മൾ വീട്ടിൽ നിന്നാണല്ലോ വരുന്നത്, വീട്ടിലെ പേരൻസ് ആണല്ലോ. അപ്പം നമുക്ക് അതുകൊണ്ട് ഒരു സെപ്പറേഷൻ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ അത് തന്നെ. ഇപ്പം നമ്മൾ സാധാരണ 4 വർഷം കൂടുന്ന കോൺഫറൻസുകളിൽ മാത്രമല്ലേ കാണുന്നത്, അല്ലെങ്കിൽ അങ്ങേറ്റം ഒരു എക്യുമെനിക്കലിന്റെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു ആനുവൽ പ്രോഗ്രാം ആയിട്ടോ അല്ലെ വൺസ് ഇൻ ഇയർ ഒരു സ്പോർട്സ് ഇവന്റ് നടത്തുന്ന പോലെ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നത് നന്നായിരിക്കില്ലേ? ഒരു ക്വിസ് കോമ്പറ്റീഷൻ നാഷണൽ ലെവലിൽ എപ്പോഴും നടത്തുന്നത് നല്ലതാണ്. അതിനൊക്കെ ഇപ്പം വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്താൻ പറ്റും. അതിനൊക്കെ ഉള്ളൊരു എഫേർട്ട് എടുക്കാനൊക്കെ വരണം എന്നുള്ളതാണ്. പിന്നെ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ നാഷണൽ ലെവലിൽ നോക്കാതെ നമുക്കിപ്പം വേണമെങ്കിൽ ഇപ്പം ടെക്സാസില് ഡാളസിലുള്ള 2 ചർച്ച ഉണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ട് 2. ഇപ്പം 4 ചർച്ച ഏകദേശം നമുക്ക് ഓർഗനൈസ്ഡ് ആയ 4 ചർച്ച ഉണ്ട്. ഈ 4 ചർച്ചിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്താം. റീജിയൻ 3യുടെ ഒരു അപ്പോൾ അപ്പം അവർക്ക് യാത്ര ചെയ്ത് വരാനും മറ്റേ ന്യൂയോർക്കുള്ളവർക്കോ അല്ലെങ്കിൽ അറ്റ്ലാന്റ ഉള്ളവർക്കോ ഇവിടെ യാത്ര ചെയ്ത് വരാൻ പറ്റത്തില്ല. പ്രാക്ടിക്കലിലൂടെ നമ്മൾ നോക്കണമല്ലോ.
താങ്ക് യു സാർ, ഇത്ര ഷെയർ ചെയ്തല്ലേ. എന്തെങ്കിലും ക്വിസിനെ പറ്റി ജനറലായിട്ട് എന്തെങ്കിലും ടോപ്പിക് പറയാനുണ്ടോ സാറിന്? മിക്കവാറും ശനി ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം മറുപടി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇത് ഫ്രീക്വന്റ് ആയിട്ട് നടത്തുന്നതിൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആൾക്കാരുടെ ഇൻട്രസ്റ്റ് പോകാതെ. അതെ. കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാൻ പിള്ളേരിൽ തന്നെയല്ല ഈ സോഷ്യലൈസ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടുകയും ചെയ്യുന്നുള്ളത്. താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു സോ മച്ച്.